എന്തോ ഒരു ഐശ്വര്യം ഫേസ് കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഓടി വരുന്ന കവിയൂർ പൊന്നമ്മ അമ്മയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മവേഷം ചെയ്യാൻ ഇപ്പോൾ ഇതുപോലെയുള്ളൊക്കെ ആൾക്കാർ കുറവാണ്. കാരണം പൊന്നമ്മ ചേച്ചിയും ലളിത ചേച്ചി, സുകുമാരി ചേച്ചി എല്ലാവരും പോയി അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പറയാറുണ്ട്. നാടകത്തിൽ നിന്നാണല്ലോ വരുന്നത്. നാടകം എന്ന് പറയുന്നത് ലൈവായിട്ടുള്ളൊരു ആർട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടുള്ളൊരു, എനിക്കൊന്ന് കലയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടുള്ളൊരു ആർട്ടാണ് നാടകം. ഡയലോഗ് ഡെലിവറി ഡയറക്റ്റായിട്ട് പറയാം. പ്രോംപ്റ്റിംഗ് ചില സമയം കാണില്ല. അതൊരു എക്സ്പീരിയൻസ് എന്ന് പറയാം. നല്ലതും ചീത്തയാണെങ്കിൽ അപ്പം തന്നെ അറിയാമല്ലോ. കൂവൽ വരും, കയ്യടി വരും. നല്ലതാണെങ്കിൽ ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിക്കും, അപ്പൊ തന്നെ കിട്ടും. ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തൊക്കെ അല്ലേ നമ്മൾ ചീത്തയും നല്ലതും അറിയാം. നാടകത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിസ്സാര എക്സ്പീരിയൻസ് അല്ല. ഞാൻ 28 വർഷം ഉണ്ടായിരുന്നു പ്രൊഫഷണൽ നാടകത്തിൽ. സമിതി NN പിള്ള സാറ്, സംഘചേതന, ശ്രുതി, ദേശാഭിമാനി, KPSC, തുടക്കം KPSC ആണ്. പിന്നെ കാളിദാസ കലാകേന്ദ്രം, മുകേഷ് ചേട്ടൻ്റെ. അങ്ങനെ ഒട്ടുമിക്ക സമിതിയിലും ഉണ്ടായിരുന്നു. വടക്കോട്ടെ പോയിട്ടില്ല. വടക്കോട്ടുള്ള സമിതികളിലൊന്നും പോയിട്ടില്ല. ഒരു എറണാകുളത്തിന് ഇപ്പുറത്തേക്കുള്ള ഒരുപാട് കൊല്ലം. അതെ അതെ അതെ. പക്ഷേ ഇതെല്ലാം മികച്ച ട്രൂപ്പുകളല്ലേ? അതെ, മികച്ച ട്രൂപ്പുകളാണ്. ഈ നമ്മൾ നാടകം കളിക്കാൻ ആ സമയത്ത് 28 വർഷം മുമ്പ് ചേച്ചി കുറച്ചും കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ വേദിയിൽ നിൽക്കുമ്പോൾ ചില വിദ്വാന്മാരുണ്ട്, നാടകം കാണാൻ വേണ്ടി മാത്രം, നടികളെ കാണാൻ വേണ്ടി മാത്രം ആൾക്കാരുണ്ട് അല്ലേ? ഡയറക്റ്റ് കമന്റ്സ് ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ കാബാലിക എന്ന് പറഞ്ഞ NN പിള്ള സാറിൻ്റെ നാടകത്തിൽ കാബാലികയുടെ വേഷം. കാബാലിക എന്ന് പറയുന്ന ഈ മോശം ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു ദിവസത്തിന് 5000 മുതൽ 10000 വരെ വിലയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുത്തൻ ഗ്രീൻ റൂമിൻ്റെ പുറകെ വന്ന് നിന്നിട്ട്, ചേച്ചി ഇപ്പം അത്രയും തരാനില്ല, 500 എന്നുവെച്ചാൽ അവരത് ശരിക്കും ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കാണുകയാണ്. നമ്മൾ സ്റ്റേജിലാണ്, നാടകമാണെന്നൊക്കെ മറന്നിട്ടേ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളൊന്നും മിണ്ടത്തില്ല. എന്ത് പറയാനാ, ഗ്രീൻ റൂമിന്റെ വെളിയിൽ നിന്ന് ആരാന്ന് പോലും അറിയില്ല. കേട്ടോടെ നമ്മൾ ചിരിക്കും, അത് ആസ്വദിക്കും. നമ്മളിപ്പോൾ അതിനെ ഇതാക്കണ്ട. കാരണം അവൻ അത്രയും നാടകം ആസ്വദിച്ചു എന്നുള്ളതാണ്. തേന്മാവൻ കൊമ്പത്തെ സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് നടിയെ കാണാൻ വേണ്ടി മാത്രം സീരിയൽ ബുക്ക് ചെയ്യുന്നത്, ശോഭന ചേച്ചിയെ കാണാൻ വേണ്ടി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നടികൾ എത്രയുണ്ടെന്ന് ആദ്യം ചോദിക്കുന്നത്. നാടകം ബുക്ക് ചെയ്യുമ്പോൾ എത്ര നടികളുണ്ട് എന്നാ ചോദിക്കുന്നത്. കാരണം ഇന്നത്തെ പോലെ ഇത്രയും സജീവമല്ലല്ലോ. ഇന്നിപ്പോ ഒരുപാട് വിനോദോപാധികളുണ്ട്. അന്നൊന്നും നാടകം മാത്രമാണ്. ചിലപ്പം ഒരുപാട് ദൂരെ യാത്ര ചെയ്തൊക്കെ വേണം ഒരു നാടകം കാണാൻ. അപ്പൊ അതിന് ഒരാഴ്ചത്തെ ഒരുക്കമാണ്. കാരണം ഞാനും ഒക്കെ കുഞ്ഞിലേ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിൽ 40 ദിവസത്തെ ഉത്സവം. അപ്പോൾ നമ്മളും ഒക്കെ പായുമൊക്കെ ചുരുട്ടി പോയിട്ടുണ്ട്. നാടകം, കഥകളി, കഥാപ്രസംഗം ഇതെല്ലാം ഒറ്റ ദിവസമായിരിക്കും. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചത്, ആ സമയത്ത് അതായത് ഈ പൈസ മുടക്കുന്ന ആൾക്കാരെ കുറെ ഏമാന്മാർ വന്നിരുന്നു. അതെ അതെ, അങ്ങനെ നാടകത്തിൽ ഒരുപാട് തമാശകളുണ്ട്. പിന്നെ പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിന്റെ അവിടെ ഈ ചെറ്റയല്ലേ, അവിടെ ഇങ്ങനെ നമുക്ക് അർത്ഥം കെട്ടിത്തരാം ഡ്രസ് മാറാനൊക്കെ. അവിടെ വന്ന് തട്ടലും ഈ ഒളിഞ്ഞു നോട്ടമൊക്കെ ഉണ്ട്. അപ്പോഴ് കുറെ പ്രാവശ്യമായിട്ട് നമ്മളത്, അപ്പം നമ്മളിപ്പുറം വന്ന് നോക്കുന്നുണ്ടെ കമ്മിറ്റിക്കാർ എന്ത് അത് അവിടെ ഭയങ്കര ശല്യം, ഇന്ന് നോക്കിക്കോ ഇവരെ ഇപ്പൊ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു പോകും. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഒരു ബ്ലേഡ് എടുത്ത് വെച്ചിരുന്നൊരു കീറങ്ങ് കൊടുത്തു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കാശെണ്ണാൻ വന്നപ്പോ അതിലുണ്ട് മുറിവ് കണ്ടെത്തിയല്ലേ? എന്ത് പറയാൻ ചോദിക്കുന്ന മോശമല്ല, ആളാണെന്ന് മനസ്സിലായി. ആ ആള് തന്നെ ആരാണെന്നും പറഞ്ഞ് നോക്കട്ടെന്നും പറഞ്ഞു പോകുന്നത്. പിന്നെ ഞങ്ങള് തലവെത്തിച്ച് ആണുങ്ങളെല്ലാം വിചാരിച്ചത് എന്താ ഇവർ ചിരിക്കുന്നതെന്ന് പിന്നെ പറയുന്നത്. സംഭവം പുള്ളി അറിഞ്ഞു കാണത്തില്ല, പെട്ടെന്ന് ഇറങ്ങി വരും ചോദിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വന്ന പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം പുള്ളി തന്നെ ഇത് എണ്ണി കൊടുക്കുകയും വേണം. അപ്പോൾ കൈയൊക്കെ വെച്ച് കെട്ടിയേക്കും. ഇവിടെ ഇങ്ങനെ തോണ്ടി സൗണ്ട് കേട്ടപ്പോ ഒറ്റ പോകുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ഗ്രീൻ റൂമിന്റെ അവിടെ വന്നിട്ട് താഴോട്ട് കുഴിയാണ്. എങ്ങനെ അവിടെ വന്നെന്ന് അറിയത്തില്ല. എങ്ങനെ പിടിച്ച് അവിടെ വന്ന് നമ്മള് എല്ലാരും കൂടെ ശക്തി തള്ളുകൊണ്ട് വീഴുന്ന ഇല്ല, ഉപ്പിയാക്കി വീഴുന്ന പോലെ ശബ്ദം കേട്ടില്ലേ? അങ്ങനെ ഒരുപാട് അനുഭവം സൗണ്ട് മാത്രമേ കേട്ടാണ്. അല്ലെ, ആ സമയത്ത് ഇറങ്ങി നോക്കിയായിരുന്നു, ആരാന്ന് ഇറങ്ങി നോക്കി. ഇല്ല, നോക്കാൻ പറ്റത്തില്ല. ഭയങ്കര കുഴി, നമുക്കൊന്ന് ഇരുട്ടുവാണ്. അല്ല, അതിലെ പാടവാ ഓടിപ്പോയി. പക്ഷേ നമുക്ക് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്? ബാഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മള് നാടക സ്ഥലത്ത് ചെല്ലുമ്പം അന്നൊക്കെ നടികളെ ഭയങ്കര പുച്ഛത്തോടു കൂടി കാണുന്നത്. അതെന്താണ്?
എന്താണെന്നറിയില്ല, ചിലപ്പം നാടകം എന്ന് പറയുമ്പോൾ സാമ്പത്തികം കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. അവസാനം ഇപ്പൊ സീരിയലിൽ അഭിനയിച്ച ആ ആള് തന്നെയാണ് ഞാൻ. സീരിയലിൽ അഭിനയിച്ചിട്ട് അയ്യോ വീട്ടിലൊന്ന് കയറിയിട്ട് പോയി എന്ന് ചോദിക്കുന്നവരുണ്ട്. നടികളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ തൊഴിലല്ലേ. അഭിനയം എല്ലായിടത്തും നാടകമായാലും സിനിമയായാലും സീരിയലായാലും ഒറ്റ അഭിനയമാണ്. അതിന്റെ എന്താണ് ഇങ്ങനെ ഈ പിന്നെ ശരിക്കും കലാകാരികൾ നാടക കലാകാരികളാണ് അല്ലേ. നമ്മുടെ ശബ്ദം നമ്മളപ്പം തന്നെ അഭിനയിക്കുന്നു. ഇത് ചിലപ്പോൾ ശബ്ദം വേറെ ആരെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്, ഡബ് ചെയ്യുന്നത് വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ ശരിക്കും യഥാർത്ഥ കല അതാണ്. പിന്നെ എന്താണ് ആൾക്കാർ അങ്ങനെ കാണുന്നതെന്ന്. അതുകൊണ്ട് ഒരിടയ്ക്ക് ഞാൻ ഒരു വീടുകളിലും പോയിരിക്കില്ലായിരുന്നു, നാടക വണ്ടിയെ തന്നെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഗ്രീൻ റൂം കെട്ടിത്തരും അവിടെ. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തിന് വിജയകുമാരി ചേച്ചി ഞാനും കൂടെ, മുകേഷ് ചേട്ടൻ്റെ അമ്മയും ഞാനും കൂടെ അവിടെ സഹകരിക്കുമ്പം ഒരു വീട്ടിലൊന്ന് ബാത്റൂം പോകാൻ, അത് ഈ ട്രിവാൻഡ്രം സൈഡിലോട്ടാ, ഒരു വീട്ടിൽ ചെന്നിട്ട് ഗേറ്റ് തുറന്നു തന്നില്ല. അവരാരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ട. അവരുടെ ആ ചുറ്റുപാടും അവരുടെ വീടും അതിനേക്കാൾ ഭയങ്കര വീട്ടിൽ നിന്നാണ് അവർ വരുന്നത്. എന്നിട്ട് പോലും നാടക നടിയാണെന്നുള്ള ഒരു കാര്യം കൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. ഒരു പാഷനാണ് അമ്മയ്ക്കത്. പിന്നെ തീർച്ചയായിട്ടും അയ്യോ ഞാനൊക്കെ നടിയായത് അമ്മയുടെ അഭിനയം കണ്ടിട്ടാണ്. അതില് ശരിക്കും എല്ലാ സ്റ്റേജിലും ഞാൻ സൈഡിൽ പോയിരുന്നു, അമ്മ അഭിനയിക്കുന്ന ഭാഗം വരുമ്പോൾ കാണും. അത്രയ്ക്ക് ഇഷ്ടം. ഞാൻ ശരിക്കും ഒരു റോൾ മോഡൽ ആക്കിയേക്കുന്നത് അമ്മയാണ്, വിജയകുമാരി അമ്മയാണ്. ഒന്ന് പറയാൻ ശ്രമിച്ചായിരുന്നു വീട്ടുകാരോട് ഇന്ന ആളാണെന്ന്, ഗേറ്റ് തുറക്കാതെ? ഇല്ലില്ല, അതൊന്നും കേൾക്കാനുള്ള ഒരു സന്മനസ്സില്ല അവർക്ക്. ഇല്ല, സംഘാടകർ അവിടെ ഒരുപാട് കുതിരയുടെ പുറകെ നടക്കുകയാണ്. അപ്പൊ അവിടെ ആരുമില്ല, നമ്മളെന്ന് തന്നെ ഇറങ്ങിപ്പോയത് ആ വീട്ടിലൊന്ന് പോയി ചോദിക്കാന്നും പറഞ്ഞ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാടകത്തിൽ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ചില മുതലാളിമാര് ഇപ്പം ചില നിബന്ധനകളൊക്കെ വെക്കാറുണ്ട്. ഇപ്പം എത്ര നടിമാരുണ്ടെന്ന് ചോദിക്കും. ചില റൂഡായിട്ടുള്ള ആൾക്കാർ പറയും, എനിക്ക് ഇന്ന ആളുടെ കാര്യങ്ങൾ സംസാരിക്കണം, ഒറ്റയ്ക്ക് റൂമിലോട്ട് വരാൻ പറയണം, സംസാരിക്കണം. അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ സംഭവിച്ചിട്ടില്ല. അത് ഒറ്റ നാടകങ്ങളുടെ കാര്യമാണ് പറയുന്നത്. തട്ടിക്കൂട്ട് നാടകങ്ങളുണ്ടല്ലോ, അതിൽ ഒരാൾ കാശ് മുടക്കും. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട സമിതികളെ നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ NN പിള്ള സാറിന്റെ ആയാലും കാളിദാസ് കലാകേന്ദ്ര ആയാലും KPSC ആയാലും സംഘചേതന ആയാലും എല്ലാം ഉത്തരവാദിത്തമുള്ളവരാണ്, അനങ്ങത്തില്ല. നമ്മുടെ കൂടുള്ള ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാതെ അവിടെ ഒരു ഇത് കേട്ടാൽ അവർ ചെല്ലും. അതുകൊണ്ട് ഒറ്റ നാടകങ്ങളിൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ സിനിമയിലെ കാര്യം പറഞ്ഞത്. നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? പല ഈ ഒറ്റ നാടകങ്ങളിൽ പോയിട്ടുള്ളവർ പിന്നെ പ്രൊഫഷണലായിട്ട് അഭിനയിക്കാൻ വന്ന പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അത് ഈ അമച്ചോർ നാടകം അന്നേരത്തേക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഇത്. ചേച്ചിയുടെ പേര് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ പേര് പെട്ടെന്ന് വരുമ്പോഴത്തേന് NN പിള്ള സാറോട്ടെ വിജയരാമൻ ചേട്ടനോട്ടൊക്കെ സാമീപമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ പേരടിക്കുമ്പോ ചിലരും ചോദിക്കാറുണ്ട്, അതെല്ലാം ചോദിച്ചിട്ടുണ്ടോ മകളാണോ അല്ലെങ്കിൽ? പിന്നെ നാടക സ്ഥലത്ത് ചെല്ലുമ്പോ ഈ വിജയകുമാരി എന്നുള്ളതുകൊണ്ടായിരിക്കും വിജയരാഘവൻ എന്നുള്ള പേര് പെങ്ങളാണെന്നുള്ള ഒരു ഇതിൽ ചോദിക്കും, പെങ്ങളാണോ? കാരണം സമിതി കളിക്കുന്നു. പണ്ട് കാബാലിക പെങ്ങളാണ് ചെയ്തിരുന്നത്. ഒരു 50 വർഷത്തിന് മുമ്പ് വിജയരാഘവൻ ചേട്ടന്റെ. അത് കഴിഞ്ഞ് പിന്നിപ്പോ ഞാൻ ചെയ്തപ്പം അങ്ങനെ ഒരു സാറിന് വെച്ചായിരിക്കും അങ്ങനെ ഒരു തോട്ട് ഗൂഗിളിന് തെറ്റുപറ്റി. പക്ഷെ വളരെ സന്തോഷമുണ്ട് സീരിയലും സിനിമയൊക്കെ കാണുമ്പോഴും